നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു പെരുമഴക്കാലത്താണ്. ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വാക്ക് സെക്കൻഡുകൾ കൊണ്ട് ലോകം മുഴുവൻ എത്തുന്ന ഒരു കാലം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന പേര് നമ്മുടെയെല്ലാം ഫോണുകളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. പലരും ഇതിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമായി കാണുന്നു, ചിലർ ഇതൊരു വലിയ തമാശയായി തള്ളിക്കളയുന്നു. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ചിന്തയിലേക്കാണ്. ഇവിടെ ആരും ശരിയല്ല, ആരും തെറ്റുമല്ല, മറിച്ച് നമ്മുടെ സമൂഹം കടന്നുപോകുന്ന വളരെ സങ്കീർണമായ ഒരു പരിവർത്തന കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷണൽ ഫേസിൻ്റെ പ്രതിഫലനം മാത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ആദ്യം നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വാക്കുകളിലേക്ക് തന്നെ വരാം. ഒരു നീതിന്യായ വ്യവസ്ഥയുടെ തലവൻ എന്ന നിലയിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി സിസ്റ്റത്തെ ചൂഷണം ചെയ്യുന്നവരെ വിമർശിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയാണ്. അദ്ദേഹം ഉന്നം വെച്ചത് സമൂഹത്തിലെ ഇത്തരം കോക്രോച്ചുകളെ അല്ലെങ്കിൽ പരാതങ്ങളെ തന്നെയാണ്. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് 15 സെക്കൻഡ് റീലുകളുടെ ഒരു കാലത്താണ്. ഒരു വലിയ കോടതി മുറിയിലെ ചർച്ചയുടെ ഒരു സന്ദർഭം വെറും ഒറ്റ വാക്കിലേക്ക് സോഷ്യൽ മീഡിയയിലെത്തുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം നഷ്ടപ്പെടുന്നു. ഇവിടെ ആ വാക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടു. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനങ്ങളുള്ള ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സാങ്കേതിക വിദ്യയും ലോകത്തെ മാറ്റിമറിക്കുന്ന ഈ സമയത്ത് പരമ്പരാഗത ജോലികൾ ഇല്ലാതാവുകയും പുതിയ തരം സ്കില്ലുകൾ ആവശ്യമായി വരികയും ചെയ്യുന്നുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് ഏത് ഗവൺമെൻറ് വിചാരിച്ചാലും പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല. അതിന് വലിയ സാമ്പത്തിക നയങ്ങളും ഒട്ടേറെ സമയവും ആവശ്യമാണ്. അതിനാൽ എല്ലാറ്റിനും ഭരണകൂടത്തെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിലും വലിയ അർത്ഥമില്ല. പിന്നെ എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി? എന്തിനാണ് ലക്ഷക്കണക്കിന് യുവാക്കൾ ഇതിലേക്ക് ഒഴുകിയെത്തിയത്? അവിടെയാണ് നമ്മൾ ഒരു പുതിയ തലമുറയുടെ മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജി മനസ്സിലാക്കേണ്ടത്. മുൻപൊക്കെ ജനങ്ങൾക്ക് ദേഷ്യം വന്നാൽ അവർ തെരുവിലിറങ്ങി സമരം ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ജെൻസി കുട്ടികൾക്ക് അവരുടെ ആശങ്കകൾ പ്രകടിപ്പിക്കാനുള്ള ആയുധമാണ് ഇൻ്റർനെറ്റും മീമുകളും. ഒരുപാട് പഠിച്ചിട്ടും ആഗ്രഹിച്ച ജോലി കിട്ടാത്തതിൻ്റെ നിരാശ, ജീവിത ചെലവുകൾ കൂടുന്നതിൻ്റെ ഭയം, ഇതൊക്കെ അവർ പുറത്തു കാണിക്കുന്നത് ഇത്തരം ആക്ഷേപഹാസ്യങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഇത്തരം സാറ്ററുകളിലൂടെയാണ്. നിങ്ങൾ കീടങ്ങളെ കാണുന്നുവെങ്കിൽ ഇതാ ആ പേര് തന്നെ ഞങ്ങൾ ഒരു അലങ്കാരമായി മാറ്റുന്നു എന്ന അവരുടെ നിലപാട്. ഇത് ശരിക്കും ഒരു ഡിജിറ്റൽ കരച്ചിലാണ്, ഒരു ഡിജിറ്റൽ ക്രൈ ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഇതൊരിക്കലും ഒരു കലാപമല്ല, ഞങ്ങളെ കൂടി ഒന്ന് കേൾക്കൂ എന്ന ഒരു അപേക്ഷ മാത്രമാണ്. അപ്പോൾ ഇതിലെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇവിടെ വില്ലന്മാരില്ല, ഉള്ളത് ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. മുതിർന്ന തലമുറയുടെ നിയമങ്ങളും യാഥാർത്ഥ്യങ്ങളും യുവതലമുറയ്ക്ക് മനസ്സിലാകുന്നില്ല. യുവതലമുറയുടെ തമാശകളും ഡിജിറ്റൽ ഭാഷയും മുതിർന്നവർക്കും മനസ്സിലാകുന്നില്ല. നമുക്ക് വേണ്ടത് പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളല്ല, മറിച്ച് ഗവൺമെൻറ്റിൻ്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും അനുഭവ സമ്പത്തും നമ്മുടെ യുവാക്കളുടെ അതിരുകളില്ലാത്ത ഊർജവും ഒരുമിച്ച് ചേരേണ്ടതുണ്ട്. നമ്മൾ തമ്മിൽ സംസാരിക്കണം, കേൾക്കാൻ തയ്യാറാവണം. കാരണം ഇന്ത്യ എന്ന ഈ വലിയ കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളെല്ലാം ഒന്നിച്ചാണ്. ഒരു പ്രശ്നത്തെ അതിൻ്റെ പല കോണുകളിൽ നിന്ന് കാണാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ ചിന്തകൾ എന്താണ്? പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് അത്തരം ചിന്തകളെക്കുറിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ സംവദിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.